ഹലോ, എല്ലാവർക്കും നമസ്കാരം. VG's ലെക്ചറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇന്ന് മലയാളത്തിലെ അടുത്ത ടോപ്പിക്കിലേക്ക് കയറിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ അടുത്ത ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് പരിഭാഷ, അല്ലേ? നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിൽ പദശുദ്ധി ഫുള്ളായിട്ട് നമ്മൾ പഠിച്ചു. അതിൻ്റെ എല്ലാം നമ്മളൊരു 6 പാർട്ടിലാണ് പദശുദ്ധി ശരിക്കും തീർത്തത്. പദശുദ്ധിയുടെ ഒരു വൺ ഷോട്ട് ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാമെന്ന് പറഞ്ഞിരുന്നു, അത് ഞാൻ ഇട്ടുതരാം. നമുക്ക് പുത്തനൊരു ടോപ്പിക്കിലേക്ക് കിടക്കാം. പരിഭാഷ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. നമുക്ക് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതിൻ്റെ ഒന്നാമത്തെ ക്ലാസ് ആണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്താണ് ഈ പരിഭാഷ? അപ്പോൾ എന്താണ് ഈ പരിഭാഷ എന്നുള്ളത് ഒരു ഐഡിയ ഞാൻ നിങ്ങൾക്ക് ആദ്യം തരാം. എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാതായിരിക്കും നല്ലത്. ഈ പരിഭാഷ എന്ന് പറയുന്നത് നമുക്ക് PSCയിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം, ഇംഗ്ലീഷ് തന്നിട്ട് ഒരു ഇംഗ്ലീഷ് വാക്കോ അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷിലുള്ള ഒരു പഴഞ്ചൊല്ലോ അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷിൽ ഒരാൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഭരണഘടനാ പദങ്ങളോ വാക്കുകളോ ഒക്കെ ഇംഗ്ലീഷ് തരും. എന്നിട്ട് അതിൻ്റെ മലയാളം ചോദിക്കും. അതിനെയാണ്, അതായത് ഒരു ഇംഗ്ലീഷ് എന്തുമായിക്കോട്ടെ, ഒരു പഴഞ്ചൊല്ലാവാം, ഞാൻ പറഞ്ഞല്ലോ, അത് പഴഞ്ചൊല്ലാവാം, സ്റ്റേറ്റ്മെൻ്റ് ആകാം, ഒരാൾ പറഞ്ഞ കോട്ടാവാം, എന്തും ആയിക്കോട്ടെ, ഇംഗ്ലീഷ് തന്നിട്ട് അതിൻ്റെ മലയാളം, കൃത്യമായിട്ടുള്ള മലയാളം പറയുന്നതിനെയാണ് നമ്മൾ പരിഭാഷ എന്ന് പറയുന്നത്. നേരെ തിരിച്ചും പറയാം. ചിലപ്പോൾ ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നിൻ്റെ മലയാളം തരും, അതിൻ്റെ ഇംഗ്ലീഷ് ചോദിക്കാം. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മലയാളം ടു ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ടു മലയാളം, അതിനെയാണ് നമ്മൾ ഈ പരിഭാഷ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പരിഭാഷയൊക്കെ എന്ന് പറയുമ്പോൾ മിക്കവാറും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് PYQ തന്നെ ആയിരിക്കും റിപ്പീറ്റ് അടിച്ച് ചോദിക്കുക. അപ്പോൾ ആ തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതായത് റിപ്പീറ്റ് ആയിട്ട് പ്രീവിയസ് ഇയറിൽ വന്ന ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ ഇപ്പം ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾ തന്നെ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് പരിഭാഷ എന്ന് പറയുന്ന ടോപ്പിക്ക് സെറ്റാവും, അല്ലേ? അപ്പം നമുക്ക് പല പാർട്ടുകളായിട്ട് നമുക്ക് പരിഭാഷ പഠിക്കാം. പരിഭാഷയിലെ ഒന്നാമത്തെ പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യുന്നത്. ഏത് ലെവലിലാണ്, അല്ലേ, ഇതെന്ന് നമുക്ക് അറിയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ആദ്യമേ ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യാം, ഫർദർ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പല പാർട്ടിലേക്ക് നമുക്ക് പോവാം. ഇന്ന് ഫസ്റ്റ് പാർട്ടാണ്. അപ്പോൾ നോക്കൂ, ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? അൺഈസി ലൈസ് ദ ഹെഡ് ദാറ്റ് വിയേഴ്സ് ദ ക്രൗൺ എന്നതിൻ്റെ മലയാള പരിഭാഷ ഏത്? ഇതിങ്ങനെയാണ് ചോദ്യം തരുന്നത്. എന്നിട്ട് 4 ഓപ്ഷനുകൾ ഉണ്ടായിരിക്കും. ആ 4 ഓപ്ഷനുകളിൽ ശരിയായിട്ടൊരെണ്ണം നിങ്ങൾ ഉത്തരവായിട്ട് എഴുതണം. ഈ പരിഭാഷ എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ നോട്ട്ബുക്ക്, നിങ്ങൾക്ക് ഒരു നോട്ട്ബുക്ക് കാണുമല്ലോ, നമ്മുടെ മലയാളത്തിൻ്റെ ഒക്കെ നോട്ട് എഴുതാനായിട്ട് ഒരു നോട്ട്ബുക്ക് കാണുമല്ലോ, അല്ലെങ്കിൽ ഒരു പേപ്പർ കാണുമല്ലോ. അതിലേക്ക് നിങ്ങൾ പരിഭാഷ എന്ന് ഹെഡിങ് കൊടുത്ത് ചോദ്യം നിങ്ങൾ അതുപോലെ എഴുതുക. അപ്പം ക്വസ്റ്റ്യൻ നിങ്ങൾ കൃത്യമായിട്ട് എഴുതുക, ചോദ്യം നിങ്ങൾ എഴുതുക, എന്നിട്ട് ആ ചോദ്യത്തിൻ്റെ ഉത്തരം അവിടെ എഴുതുക. ഞാനും ഇവിടെ സ്ലൈഡ് പ്രിപ്പയർ ചെയ്ത സമയത്ത് ഞാനും എന്ത് ചെയ്തിട്ടില്ല, 4 ഓപ്ഷനും ഒന്നും കൊടുത്തിട്ടില്ല. കാരണം 4 ഓപ്ഷനൊന്നും ആവശ്യമില്ല പരിഭാഷയിൽ. നിങ്ങൾ ഒരു ചോദ്യം, അതിൻ്റെ ഉത്തരം, അങ്ങനെ പഠിച്ചാൽ മാത്രം മതിയാകും. പിന്നെ അത് പഠിച്ചിരിക്കാനുള്ള ട്രിക്കും കാര്യങ്ങളും ഒക്കെ ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, പറഞ്ഞുതരാം. സെറ്റ് ആണെങ്കിൽ നോക്കൂ, അൺഈസി ലൈസ് ദ ഹെഡ് ദാറ്റ് വിയേഴ്സ് ദ ക്രൗൺ എന്നതിൻ്റെ മലയാള പരിഭാഷ ഏത്? എന്താണ് മക്കളെ? Uneasy lies the head that wears the crown. എന്നതിൻ്റെ മലയാള പരിഭാഷ എന്താണ്? കിരീടം ധരിക്കുന്ന ശിരസ് അസ്വസ്ഥമായിരിക്കും എന്നതാണ് അതിൻ്റെ ഉത്തരം. അതായത് അതിൻ്റെ പരിഭാഷയായിട്ട് വരുന്നത് കിരീടം ധരിക്കുന്ന ശിരസ് അസ്വസ്ഥമായിരിക്കും, അല്ലേ? അതായത് ആ ഒരു ചൊല്ലിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡ്യൂട്ടി ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് അതിലിരിക്കും. നമുക്കൊരു അല്ലേ, അത് ചെയ്യാനായിട്ട് നമുക്ക് ഒരു പണിയില്ലെങ്കിൽ നമുക്ക് എന്താണ്, ഒരു കുഴപ്പമില്ല, അല്ലേ? നമുക്കൊരു പണിയില്ല, നമ്മൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ടെൻഷൻ ഇല്ല. പക്ഷെ നമുക്കൊരു ചുമതല വരുമ്പോൾ നമുക്ക് അതിൻ്റെ ടെൻഷൻ വരും എന്ന് പറയുന്ന ആ ഒരു അർത്ഥത്തിലാണ് അൺഈസി ലൈസ് ദ ഹെഡ് ദാറ്റ് വിയേഴ്സ് ദ ക്രൗൺ എന്ന് പറയുന്നത്. അതായത് കിരീടം ധരിക്കുന്ന ശിരസ്സായിരിക്കും, അല്ലാതെ ശിരസ് അസ്വസ്ഥമായിരിക്കും. റെഡി അല്ലേടാ? അടുത്തൊരു ചോദ്യം നോക്കിയേ. ചോദ്യം ഇതാണ്, മൈറ്റ് ഈസ് റൈറ്റ്. അതായത്
മൈറ്റ് ഈസ് റൈറ്റ് എന്ന പദത്തിന്റെ പരിഭാഷയാണ് ചോദിച്ചത്. എടാ മൈറ്റ് ഈസ് റൈറ്റ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? നമ്മൾ ഇംഗ്ലീഷിൽ പറയും മൈറ്റ് ഈസ് റൈറ്റ്. മലയാളത്തിലേക്ക് വരുമ്പോൾ എന്താ നമ്മൾ പറയുന്നത്? കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. അപ്പം നമ്മൾ ഇനിയിപ്പം നമ്മളുടെ കൂട്ടുകാരോടൊക്കെ നിങ്ങൾ എന്താണ് മൈറ്റ് ഈസ് റൈറ്റ് എന്ന് പറയണം. അപ്പം അവർക്ക് സംഭവം എന്താണെന്ന് അറിയത്തില്ല. മലയാളം എന്താണ്? മൈറ്റ് ഈസ് റൈറ്റ് എന്ന് പറഞ്ഞാൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. എപ്പോഴും അങ്ങനെയാണ് അല്ലേ? കയ്യൂക്കുള്ളവനാണ് കാര്യക്കാരനായി മാറുന്നത്. അപ്പോൾ അതാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ മൈറ്റ് ഈസ് റൈറ്റ്, അതിൻ്റെ മലയാള പരിഭാഷയാണ് എന്തെന്ന് പറയുന്നത്? കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. റെഡിയാണല്ലോ? അടുത്ത ചോദ്യം ഇതൊക്കെ സിമ്പിൾ ആണെടാ, നേരെ മലയാളത്തിലേക്ക് മാറ്റിയാലും മതി. അതായത് പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നതിൻ്റെ മലയാള ശൈലി. ഇത് ഇംഗ്ലീഷിനെ നേരെ മലയാളത്തിലേക്ക് ആക്കിയാലും മതി. ഇപ്പം 4 ഓപ്ഷനുകൾ നിങ്ങൾക്ക് തരുമല്ലോ. ആ 4 ഓപ്ഷനിൽ ശരിയായിട്ടുള്ളത് ഇതാണ്. നിത്യ അഭ്യാസി ആനയെ എടുക്കും. നിത്യാഭ്യാസി ആനയെ എടുക്കും. അതാണ് എന്താണ്? പ്രാക്ടീസ് മേക്ക് എ മാൻസ് പെർഫെക്റ്റ്. എന്താണ്? പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നതിൻ്റെ മലയാള പരിഭാഷ എന്ന് പറയുന്നത് നിത്യാഭ്യാസി ആനയെ എടുക്കും എന്നുള്ളതാണ്. അപ്പം നോട്ട്ബുക്കിലേക്ക് നിങ്ങൾ ഇത് എഴുതുക, അതിന് ശേഷം അതിൻ്റെ ആൻസർ എഴുതി വെക്കുക. ഇങ്ങനെയാണ് നിങ്ങൾ എന്താണ് നമ്മുടെ പരിഭാഷ പഠിക്കേണ്ടത്. അടുത്ത ചോദ്യം നോക്കിയേ. തന്നിരിക്കുന്ന പദത്തിന്റെ മലയാള പരിഭാഷ എന്ത്? കോംപ്ലിമെന്റ് അല്ലേ? നമ്മൾ പറയാറുണ്ട് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ഒരു സംശയമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പ്രശംസ എന്നാണ്. അപ്പം ഇങ്ങനെയും ചോദിക്കാം. ഞാൻ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഏതൊക്കെ തരത്തിലാണ് ചോദ്യങ്ങൾ വരുന്നത് എന്ന് നിങ്ങളെ, പരിഭാഷയിൽ നിന്ന് ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമെന്ന് നിങ്ങളെ ഒന്ന് സെറ്റ് ആക്കുക എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം കണ്ടോ, ഒരു വേർഡ് തന്നിട്ട്, ഒരു ഇംഗ്ലീഷ് വേർഡ് തന്നിട്ട് അതിൻ്റെ മലയാള പരിഭാഷ ചോദിക്കാം, ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ചോദിക്കാം അല്ലേ? അപ്പം അങ്ങനെ പല ടൈപ്പ് ചോദിക്കാം. അതൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അടുത്തടുത്ത ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഇതിൻ്റെ കൂടുതൽ പാർട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് സെറ്റ് ആകും. അടുത്ത നോക്കിയാൽ മക്കളെ, ഡു യു ഗെറ്റ് മീ എന്നതിൻ്റെ സമാനമായ മലയാള പരിഭാഷ. അതായത് നമ്മൾ ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ ഇപ്പം നമ്മൾ ചോദിക്കാറുണ്ട് ഡു യു ഗെറ്റ് മീ അല്ലേ? നമ്മൾ ചോദിക്കാറുണ്ട്, ടീച്ചർമാരൊക്കെ ചോദിക്കാറുണ്ട് ഡു യു ഗെറ്റ് മീ. അപ്പം എന്താണ് ഈ ഡു യു ഗെറ്റ് മീ എന്നതിൻ്റെ മലയാള പരിഭാഷ എന്താണ്? നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്നതല്ലേ ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഒട്ടുമിക്ക ആളുകൾക്കൊക്കെ അറിയാവുന്ന കാര്യമായിരിക്കും, എങ്കിലും തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് അറിയുന്നുണ്ടാവില്ല. അവർ ഇപ്പം പഠിച്ചാൽ മതിയടാ, ഇപ്പം പഠിച്ചാൽ മതി. നിങ്ങൾ എന്ത് ചെയ്യണം? ബുക്കിലേക്ക് ഇത് എഴുതുക, നേരെ പഠിക്കുക. കാരണം എന്താണ്? ഒരു തവണ കേട്ടാൽ പിന്നീട് ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുമ്പോൾ നിങ്ങൾക്കിത് ഓർമ്മയുണ്ടാകും, അതിൽ യാതൊരു സംശയമില്ല. റെഡിയാണല്ലോ? നിങ്ങൾ ഒരു തവണ കേട്ടു, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേ ചോദ്യം വന്നു, അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓർമ്മയുണ്ടാവും. ഓപ്ഷനിൽ നിങ്ങൾ കൃത്യമായിട്ട് ഇത് മനസ്സിലാകും. പിന്നെ ഒട്ടുമിക്ക ആൾക്കാർക്കൊക്കെ ഇത് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അറിയത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, നമ്മളിങ്ങനെ പഠിക്കുകയാണ്. നോക്കൂ, ഇൻഡിജീനിയസ് മെഡിസിൻ എന്നതിൻ്റെ പരിഭാഷ. ഇൻഡിജീനിയസ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? എടാ, ഇൻഡിജീനിയസ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നാട്ടുചികിത്സയാണ്. നാട്ടുചികിത്സേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഡിജീനിയസ് മെഡിസിൻ എന്ന് പറയുന്നത്, നാട്ടുചികിത്സ. റെഡിയാണല്ലോ? അത് എല്ലാവർക്കും അറിയാം എന്ന് തോന്നുന്നില്ല. അറിയാത്തവർ നോട്ട് ചെയ്ത് വെക്കുക. ഇൻഡിജീനിയസ് മെഡിസിൻ, നാട്ടുചികിത്സ. ഹീ ഈസ് എ വെൽ നോൺ ഡ്രാമാറ്റിസ്റ്റ്. ഇതിന് സമാനമായ വാക്യമേത്? എടാ, ഈ ഡ്രാമാറ്റിസ്റ്റ് എന്ന പദത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നാടകകൃത്ത് എന്നാണ്. അതറിയാമെങ്കിൽ ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഡ്രാമാറ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ എഴുത്തുകാരനോ എന്നൊന്നും അല്ല, നാടകകൃത്ത്, നാടകം എഴുതുന്ന ആളാണ്. അപ്പം എന്താണ്? ഇദ്ദേഹം അറിയപ്പെടുന്ന ഒരു നാടകകൃത്താണ്. അപ്പം ഡ്രാമാറ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാടകകൃത്താണ്. അപ്പം ഡ്രാമാറ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ നാടകകൃത്താണ്. അപ്പം ഇവിടെ ഹീസ് എ വെൽ നോൺ ഡ്രാമാറ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അറിയപ്പെടുന്ന ഒരു നാടകകൃത്താണ് എന്നതാണ് അർത്ഥം അല്ലേ? ആണ്. റെഡിയല്ലേ? സെറ്റാണ്. അടുത്ത നോക്കൂ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ. വിവർത്തനം ചെയ്യുക. നിറഞ്ഞ മടിശീലകയ്ക്ക് ഒരിക്കലും സുഹൃത്തുക്കൾക്ക് പഞ്ഞമുണ്ടാകില്ല. ഇതിൻ്റെ ഇംഗ്ലീഷാണ് നമ്മളോട് ചോദിച്ചത്, വിവർത്തനം ചെയ്യാനാണ് ചോദിച്ചത്. അപ്പോൾ ഈ ടൈപ്പും ചോദിക്കാം, ഈ തരത്തിലുള്ള ചോദ്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇതേതാണ്? ഇത് നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. എ ഫുൾ പേഴ്സ് നെവർ ലാക്സ് ഫ്രണ്ട്സ്. നിറഞ്ഞ മടിശീലകയ്ക്ക് ഒരിക്കലും സുഹൃത്തുക്കൾക്ക് പഞ്ഞമുണ്ടാകില്ല. അത് നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി. എ ഫുൾ പേഴ്സ് നെവർ ലാക്സ് ഫ്രണ്ട്സ്. ഓർക്കാൻ ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞു തരാം. നമ്മുടെ പേഴ്സ് ഫുൾ ആണെങ്കിൽ അവിടെ നമ്മുടെ ചുറ്റും നമ്മുടെ ആളുകൾ ഉണ്ടാകും അല്ലേ? നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ല എങ്കിൽ, നമ്മുടെ പേഴ്സ് കാലിയാണെങ്കിൽ നമ്മുടെ കൂടെ ആരും ഉണ്ടാകില്ല. അത് ഓർത്താൽ മതി. എ ഫുൾ പേഴ്സ് നെവർ ലാക്സ് ഫ്രണ്ട്സ്. കിട്ടിയോ?
എ ഫുൾ പേഴ്സ് നെവർ ലാക്സ് ഫ്രണ്ട്സ്. അടുത്ത നോക്കൂ, വിവർത്തനം ചെയ്യുക. നല്ല കൂട്ടുകാരൻ നീണ്ട പാതയുടെ നീളം കുറയ്ക്കും. അപ്പൊ നല്ല കൂട്ടുകാരൻ നീണ്ട പാതയുടെ നീളം കുറയ്ക്കും. അതിന്റെ ശരിയായിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ശരിയായിട്ടുള്ള വാക്ക് അതാണ്. എ ഗുഡ് ഫ്രണ്ട് ഷോർട്ടേൺസ് ദ ലോങ്സ്റ്റ് റോഡ്. എന്താണ്? ഒരു ഗുഡ് ഫ്രണ്ട് ഷോർട്ടൺ ചെയ്യുന്നു ദ ലോങ്സ്റ്റ് റോഡ്. ഇതൊക്കെ സിമ്പിൾ ആയിട്ട് കിട്ടും, ഒറ്റയടിക്കൊന്ന് വായിക്കുമ്പോൾ തന്നെ കിട്ടുന്നതാണ്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല, നമുക്ക് പറയാനായിട്ട് പറ്റും. റെഡി ആണല്ലോ? സെറ്റാണ്. അടുത്തത് ടു ഗിവ് അപ്പ് എന്ന പ്രയോഗത്തിന്റെ അർത്ഥം നമ്മൾ പറയാറുണ്ട്. നമ്മൾ ഒരു കാര്യം ട്രൈ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ്, നമ്മൾ മോട്ടിവേഷനായിട്ട് അല്ലെങ്കിൽ മോട്ടീവായിട്ട് നമ്മൾ പറയും ഡോണ്ട് ഗിവ് അപ്പ്, ഡോണ്ട് ഗിവ് അപ്പ്, ഡോണ്ട് ഗിവ് അപ്പ് എന്ന്. എന്താണ്? വിട്ടു കൊടുക്കരുതേ. അപ്പൊ ടു ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപേക്ഷിക്കുക എന്നുള്ളത്. ഗിവ് അപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക എന്നർത്ഥമാണ്. അപ്പൊ ടു ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപേക്ഷിക്കുക. അടുത്ത പദത്തിലേക്ക് വരുന്നു. കൺട്രി കസിൻസ് എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ കൺട്രി കസിൻസ് നമ്മൾ പറയാം കൺട്രിയാണ് എന്നൊക്കെ പറയാറുണ്ട് അല്ലെ, സിനിമയിലൊക്കെ നമ്മൾ തമാശകളായിട്ട് കേട്ടിട്ടുണ്ട് കൺട്രീസ് അല്ലെ. അപ്പൊ കൺട്രി കസിൻസ് എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പട്ടണത്തിലെ രീതികൾ പരിചയമില്ലാത്ത ആള്, അതാണ് കൺട്രി കസിൻസ്. എന്താണ്? പട്ടണത്തിലെ രീതികൾ പരിചയമില്ലാത്ത ആളാണ് കൺട്രി കസിൻസ്. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ പട്ടണത്തിലേക്ക് അല്ലെ, നാട്ടിൻ പുറത്തിൽ നിന്ന് പെട്ടെന്ന് പട്ടണത്തിലേക്ക് പോകുമ്പോൾ എന്താണ്, നമുക്ക് ചിലപ്പോൾ അവിടുത്തെ രീതികൾ അത്ര തിട്ടമായിരിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ എന്താണ് നമ്മൾ കൺട്രി കസിൻസ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഫസ്റ്റ് പേഴ്സൺ എന്നതിന്റെ സമാനമായ ഇംഗ്ലീഷ് പദം ഏതാണ്? ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് പേഴ്സൺ എന്ന പദത്തിന്റെ സമാനമായിട്ടുള്ള ഇംഗ്ലീഷ് പദം ഏതാണ് എന്നാണ് ചോദിച്ചിരുന്നത്. ഫസ്റ്റ് പേഴ്സൺ. അപ്പൊ നമുക്കറിയാം, ഇത് ഞാനൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ടതുണ്ട്. അതായത് ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഉത്തമ പുരുഷൻ എന്നാണ്. അത് ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മുടെ മലയാളത്തിലേക്ക് വരുമ്പോൾ ഉത്തമ പുരുഷൻ, അതോടൊപ്പം തന്നെ എന്താണ്, മധ്യമ പുരുഷൻ, പ്രഥമ. ഉത്തമ മധ്യമ പ്രഥമ. അതായത് രണ്ടുപേരുണ്ട്. ഞാനിപ്പോൾ ചുമ്മാ ഇങ്ങനെ വരയ്ക്കുക, അതായത് നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാവും. രണ്ടുപേരുണ്ട്, ഈ രണ്ടുപേര് തമ്മിൽ സംസാരിക്കുകയാണ്. അപ്പൊ ഇവിടെ സംസാരിക്കുമ്പോൾ ഇയാളുണ്ടല്ലോ, അപ്പൊ ഇയാൾ പറയും ഞാൻ പണ്ട്, അല്ലെങ്കിൽ ഞാൻ അന്ന്, ഞാന്, എൻ്റെ, എനിക്ക് എന്ന രീതിയിൽ സംസാരിക്കുന്നു. അപ്പൊ ഞാൻ, എൻ്റെ, എനിക്ക് ഇതൊക്കെ എന്താണ്? ഉത്തമ പുരുഷനാണ്, അതായത് ഫസ്റ്റ് പേഴ്സൺ ആണ്. ഇനി ഇവൻ സംസാരിക്കുന്നത് എന്താണ്? നീ, നിന്റെ, നിനക്ക്, നീ അന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ, അന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ നീ, അല്ലെങ്കിൽ നിനക്ക് അത് വേണ്ടായിരുന്നോ എന്ന് ചോദിക്കും. അപ്പൊ അത് മധ്യമ പുരുഷനാണ്. ഇനി ഇവന്മാർ രണ്ടുപേരും കൂടെ മൂന്നാമതൊരാളുടെ പരദൂഷണം പറയുക. മനസ്സിലായോ? അപ്പൊ എന്താണ് അപ്പൊ ഈ മൂന്നാമത്തെ ഒരാളാണ് പ്രഥമ വിഷയം. ഇവരെ രണ്ടുപേരും സംസാരിക്കുന്ന പ്രഥമ വിഷയം ആരെ പറ്റിയാണ്? ഇവനെ പറ്റിയാണ്. അപ്പൊ ഇവൻ പ്രഥമയാണ്, തേർഡ് പേഴ്സൺ. അപ്പം ഉത്തമ എന്ന് പറഞ്ഞാൽ ഞാൻ, എൻ്റെ, എനിക്ക് തുടങ്ങിയ പരാമർശങ്ങളെല്ലാം ഉത്തമയാണ്. മധ്യമ എന്ന് പറഞ്ഞാൽ നീ, നിന്റെ, നിനക്ക്. പ്രഥമ എന്ന് പറഞ്ഞാൽ അവൻ, അവൾ എന്ന രീതിയിൽ. അപ്പൊ രണ്ടുപേരും സംസാരിക്കുകയാണ് മൂന്നാമത്തെ ഒരാളുമായിട്ട്, അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരാളോട് എന്താണ് മൂന്നാമത്തെ ഒരാളെ പറ്റി പരദൂഷണം പറയുകയാണ്. അപ്പൊ ഞാൻ, എൻ്റെ, എനിക്ക് എന്ന പ്രയോഗം ഉത്തമ പുരുഷൻ, നീ, നിന്റെ, നിനക്ക് എന്ന പ്രയോഗം മധ്യമ പുരുഷൻ. ആരെ പറ്റിയാണോ നമ്മൾ അവിടെ പരദൂഷണം പറയുന്നത് അവൻ, അവൾ, അതാണ് അവിടുത്തെ ആള് പ്രഥമ പുരുഷൻ എന്ന് പറയുന്നത്. ഇതൊന്ന് ഓർത്തു വെച്ചോളൂ. അപ്പം ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മലയാളത്തിൽ ഉത്തമ പുരുഷനാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. റെഡിയാണല്ലോ? യെസ്. If you want to shine like a sun, first burn like a sun എന്നതിൻ്റെ യഥാർത്ഥ പരിഭാഷ അല്ലേ നമ്മുടെ APJ അബ്ദുൽ കലാം പറഞ്ഞ വാക്കുകളാണ്. അപ്പം അങ്ങനെ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. APJ പറഞ്ഞതാണ്. നിങ്ങൾക്ക് എന്താണ്, ഇത് നമുക്ക് സിമ്പിളായിട്ട് കിട്ടും അല്ലേ, സിമ്പിളായിട്ട് കിട്ടുന്ന കാര്യമാണ്. നിങ്ങൾക്കൊരു സൂര്യനെ പോലെ തിളങ്ങണമെങ്കിൽ ഒരു സൂര്യനെ പോലെ കത്തി ജ്വലിക്കുക എന്ന കാര്യം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. സംശയമൊന്നുമില്ലല്ലോടാ? സെറ്റാണ്. അടുത്ത് നോക്കിയടാ, കമ്പാക്ഷൻ എന്ന പദത്തിന്റെ മലയാള പരിഭാഷ അല്ലെ. നമ്മൾ പറയാറുണ്ട് എല്ലാവരും കമ്പാക്ഷൻ ഉള്ളവരായിരിക്കണം എന്ന് പറയാറുണ്ട്. എന്താണ് കമ്പാക്ഷൻ എന്ന് പറഞ്ഞാൽ? അനുകമ്പയാണ് കേട്ടോ, അനുകമ്പ. റെഡിയാണല്ലോ? അങ്ങനെയും ചോദ്യങ്ങൾ ചോദിക്കാം. അടുത്ത നോക്കൂ, എ ബേർഡ് ഇൻ ഹാൻഡ് ഈസ് വർത്ത് ടു ഇൻ ദ ബുഷ്. എന്താണ്? അതായത് കയ്യിൽ കിട്ടിയതിനെ വിട്ട് പറക്കുന്നതിന് പുറകെ പോകരുത്. അതാണ് എ ബേർഡ് ഇൻ ദ ഹാൻഡ് ഈസ് വർത്ത് ടു ഇൻ ദ ബുഷ്.
അപ്പം കയ്യിൽ കിട്ടിയതിനെ വിട്ട് പറക്കുന്നതിന് പുറകെ പോകരുത്. ഇത് വലിയൊരു കോട്ടാണ്, വലിയൊരു ആശയമാണ്. നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ളതാണ്. നമ്മുടെ കയ്യിൽ ഒരു വലിയ ഒരു സംഭവം ഉണ്ട്, പക്ഷെ നമ്മൾ എന്താണ് അതെല്ലാം വിട്ട് നമുക്ക് ഒരിക്കലും കിട്ടാത്ത സംഭവങ്ങൾ തേടി പോകാറുണ്ട്. അപ്പം അത്തരത്തിൽ അത് വലിയൊരു വലിയൊരു പ്രസ്താവനയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇത് നിങ്ങൾ ഓർത്തിരിക്കുക. റെഡിയാണല്ലോ? അടുത്തത് തർജമ തർജമ ചെയ്യുക. ദ കോർട്ട് സെറ്റ് എസൈഡ് ദ വേർഡിക്റ്റ് ഓഫ് ദ ജൂറി. അതായത് the court set aside the verdict of the jury. അതായത് കോടതി ജൂറിയുടെ വിധി മാറ്റിവെച്ചു. കോടതി ജൂറിയുടെ വിധി മാറ്റിവെച്ചു. The court set aside the verdict of the jury. സെറ്റ് ആണല്ലോടാ? റെഡി. അടുത്തത് look before you leap. പരിഭാഷ എന്താണ്? ഇരുന്നിട്ടേ കാൽ നീട്ടാവൂ. ലുക്ക് ബിഫോർ യു ലീപ്. ഇരുന്നിട്ടേ കാൽ നീട്ടാവൂ. സെറ്റല്ലേടാ? ഇരുന്നിട്ടേ കാല് നീട്ടാവൂ. റെഡിയാണല്ലോ? അടുത്തത് എ ഡ്രോയിങ് മാൻ വിൽ കാച്ച് എ സ്ട്രോ. പരിഭാഷ അതായത് മുങ്ങിച്ചാവുന്നവന് വൈക്കോലിഴയും താങ്ങ്. അതാണ് എ ഡ്രോയിങ് മാൻ വിൽ കാച്ച് എ സ്ട്രോ. അതാണ് അതായത് മുങ്ങിച്ചാവുന്നവന് വൈക്കോലിഴയും താങ്ങ്. അതിലേക്ക് നമുക്ക് അതിന് പകരം പറയാം ലാസ്റ്റ് റിസോർട്ട്, അവസാന ആശ്രയം എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതും നമുക്ക് പറയാം ലാസ്റ്റ് റിസോർട്ട്, അവസാന ആശ്രയം. റെഡിയല്ലേടാ? അടുത്ത് നോക്കൂ, വിവർത്തനം ചെയ്യുക. വാട്ട് എവർ യു ഡു ദേ വിൽ കണ്ടിന്യൂ ടു ബി പുവർ. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. അതായത് വാട്ട് എവർ യു ഡു അതിനെ നേരെ മലയാളമാക്കിയേ നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അവർ ദരിദ്രരായി തുടരുമെന്നതുള്ളതല്ലേ ആണ്. അപ്പം 4 ഓപ്ഷനൊക്കെ ഉണ്ട്, പക്ഷെ ഞാനിവിടെ 4 ഓപ്ഷനൊന്നും ടൈപ്പ് ചെയ്തിട്ടില്ല. ശരിയായിട്ടുള്ള ഉത്തരം മാത്രമേ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ. അതിൻ്റെ ആവശ്യം മാത്രമേ നമുക്കുള്ളൂ. റെഡിയാണല്ലോ? വെറുതെ എന്തിനാ തെറ്റ് പഠിച്ചു വെക്കുന്നത്? ശരി മാത്രം പഠിക്കുക എപ്പോഴും കേട്ടോ. ട്രൂത്ത് ലൈസ് അറ്റ് ദ ബോട്ടം ഓഫ് എ വെൽ. ഇവിടെ ഒരു ചെറിയ സംശയം ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവും. അതായത് ട്രൂത്ത്, അപ്പം നിങ്ങൾ ഈ ട്രൂത്തിനെ സത്യമായിട്ട് കാണരുത്. പകരം എന്താണ് നിങ്ങൾ അതിനെ ഒരു മുത്തായിട്ട് നമ്മൾ ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം ഇതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ ഇതാണ്. ആഴമുള്ള കടലിലാണ് മുത്ത് കിടക്കുന്നത്. അതായത് ട്രൂത്ത് ലൈസ് അറ്റ് ദ ബോട്ടം ഓഫ് എ വെൽ. ട്രൂത്ത് എവിടാ? സത്യം എവിടാ നിലനിൽക്കുന്നത്? ദ ബോട്ടം ഓഫ് എ വെൽ. അപ്പം ഇവിടെ സത്യത്തിനെ ഒരു മുത്തുപോലെ ഇങ്ങനെ കണക്ട് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ അങ്ങനെ പറയാറുണ്ടല്ലോ, ആ രീതിയിൽ. അപ്പോൾ എന്തായാലും ഒന്ന് പഠിച്ചു വെക്കുക. ഇതെല്ലാം ഇന്ന് നമ്മൾ ചെയ്ത ചോദ്യങ്ങളെല്ലാം ഉണ്ടല്ലോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസാണ്. അത് നിങ്ങൾ മറക്കരുത്, പ്രീവിയസ് ആണ്. അപ്പം നമ്മൾ ഏകദേശം ഒരു 20 ചോദ്യങ്ങളോട് അടുത്ത് നമ്മളിതാ ഈ പരിഭാഷയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തു. നമ്മൾ പരിഭാഷ ആരംഭിച്ചതേ ഉള്ളൂ. ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് പരിഭാഷയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്. നമ്മൾ ജസ്റ്റ് ഇന്ന് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഏത് ടൈപ്പിലാണ് ചോദ്യങ്ങൾ വരുന്നത് എന്ന് മാത്രം നമ്മളൊന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ രീതിയിലൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നതെന്ന്. അടുത്ത ക്ലാസ് മുതൽ നമ്മൾ കൂടുതൽ ചോദ്യങ്ങൾ പരിഭാഷയുടെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് അടുത്ത പാർട്ടുകൾ കൂടി നിങ്ങൾ കാണുക, പരിഭാഷ സെറ്റാക്കുക. അപ്പോൾ ഏതായാലും ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് കരുതിക്കൊണ്ട് നിർത്തുന്നു. നന്ദി. എല്ലാവരും അടുത്ത ക്ലാസ്സിൽ വരിക. ഓക്കെ, താങ്ക് യു.